അൽഹംദുലില്ലാഹ് പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ മഗ്രിബ് വാങ്കോടെ പിറ കണ്ടാൽ കയറി വരുന്നത് പോരിശയാക്കപ്പെട്ട മുഹറം മാസത്തിൻ്റെ ആദ്യത്തെ രാവാണ്. ഈ പരിശുദ്ധമായ രാവ് കയറി വരുന്നതിന് തൊട്ട് മുമ്പ്, അതായത് ഇന്നത്തെ മഗ്രിബിന് മുമ്പ് നിർബന്ധമായി നമ്മൾ ചൊല്ലിവെക്കേണ്ട ആ കുഞ്ഞു തൗബയുണ്ട്. ആ തൗബയുടെ വചനം, അതിൻ്റെ മഹത്വം ഒരു വർഷക്കാലം മുഴുവൻ നമുക്ക് ലാഭമാക്കിയെടുക്കാം. മാത്രമല്ല, ഇന്നത്തെ രാവോടെ കയറി വരുമ്പോൾ ഏതൊക്കെ സൂറത്തുകൾ പാരായണം ചെയ്യണം, വളരെ എളുപ്പത്തിൽ നമുക്ക് ആയത്തുൽ കുർസി, അതിൻ്റെ മഹത്വം, അതിൻ്റെ പാരായണം, അതേപോലെ തന്നെ ഇന്ന് ചെയ്യേണ്ട പ്രധാനപ്പെട്ട ദുആകൾ എന്തൊക്കെയാണ്, ഒരു കൊല്ലത്തേക്ക് ഖൈറ് കിട്ടുന്ന, രോഗങ്ങളും പ്രയാസങ്ങളും കടങ്ങളും ഇല്ലാത്ത ജീവിതം അള്ളാഹു നൽകാൻ ഇന്ന് എന്തൊക്കെ ചൊല്ലണം, ഓർത്ത് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സംസാരിക്കുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മൗലാനാ മുഹമ്മദ്. അൽഹംദുലില്ലാഹ്. അല്ലാഹു ഇരുലോക ആഫിയത്തും ബറക്കത്തും സലാമത്തും നമുക്കൊക്കെ പ്രദാനം ചെയ്യട്ടെ. പ്രത്യേകിച്ച് അൻവാർ ഫസലിൻ്റെ കുടുംബം കമന്റിൽ വന്ന് സന്തോഷം പറയുന്ന, ഖൽബ് നിറച്ച് ദുആ ചെയ്യുന്ന എല്ലാവർക്കും ബറക്കത്ത് നൽകട്ടെ. അല്ലാഹു ഈ പരിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിൻ്റെ അവസാനത്തെ മണിക്കൂറുകൾ, ഒരു വയസ്സ് തീരാൻ പോകുന്ന നേരം, അള്ളാഹുവിൻ്റെ വഴിപ്പാടിൽ പൊരുത്തത്തിൽ ഇത്രയും നാളുള്ള നമ്മുടെ ആയുസ്, നമ്മുടെ വയസ്സ് അല്ലാഹു കബൂൽ ചെയ്യട്ടെ. ഇനി മഗ്രിബോടെ കയറി വരുന്ന ഇൻഷാ അല്ലാഹ് പിറ കണ്ടാൽ പോരിശയാക്കപ്പെട്ട മുഹറം മാസം, ഈ പുതിയ വർഷം അല്ലാഹു നമുക്ക് ബറക്കത്തും ഖൈറും നന്മയുമുള്ള ഒരു റാഹത്തുള്ള വർഷമാക്കി അല്ലാഹു അനുകൂലമാക്കി നൽകട്ടെ. നമ്മുടെ മരിച്ചവർക്ക് അല്ലാഹു ജന്നത്ത് കൊടുക്കട്ടെ. എല്ലാ മുഅ്മിനീങ്ങൾക്കും മഗ്ഫിറത്ത് കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹ് പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിൻ്റെ അപാരമായ നിഅമത്ത് കൊണ്ട് നാമൊക്കെ തന്നെ ദുൽഹിജ്ജ മാസത്തിൻ്റെ ഏറ്റവും ലാസ്റ്റ് മൂമെൻറ്റിലൂടെ കടന്നു പോകുന്നത്. ഒരുപക്ഷെ മണിക്കൂറുകൾ മാത്രമാണ് ഈ ഒരു വർഷത്തിൽ നമുക്ക് ബാക്കിയുള്ളൂ. വർഷത്തിൻ്റെ ലാസ്റ്റ് മൂമെൻ്റാണ്. ഈ സമയത്ത് ഫിനിഷിംഗ് പോയിന്റ്, നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ കുറവുകളും പാകപ്പിഴവുകളും എങ്ങനെ നികത്താൻ പറ്റും? ഒരു വയസ്സ് മുഴുവൻ ലാഭമാക്കിയെടുക്കാൻ എന്താ മാർഗം? ഇതുവരെയുള്ള തെറ്റുകൾ പൊറുപ്പിക്കപ്പെടാൻ എന്താ മാർഗം? അത് അവസാന ഘട്ടത്തിൽ, ദുൽഹിജ്ജയുടെ അവസാനത്തെ മൊമെന്റിൽ 3 വട്ടം നമ്മൾ പറഞ്ഞിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട് ഈ ഒരു ദുആ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. اللهم ما عملت في هذه السنة مما نهيتني عنه ولم ترضه ونسيته ولم تنسه ولم أتب منه وحلمت علي فيه بفضلك بعد قدرتك على عقوبتي ودعوتني إلى التوبة بعد جراتي على معصيتك فإني أستغفرك فاغفر لي وما عملت فيها من عمل ترضاه ووعدتني عليه الثواب فأسألك أن تتقبله مني ولا تقطع رجائي منك يا كريم. ഇത്ര മനോഹരമായ ദുആയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് മനസ്സ് തുറന്ന് സമ്മതിക്കുകയാണ്. തെറ്റുകൾ എമ്പാടും സംഭവിച്ചു പോയി, നിനക്കിഷ്ടമല്ലാത്ത പൊരുത്തമല്ലാത്ത പലതും ചെയ്തു പോയി, ഞാനതൊക്കെ മറന്നുപോയി, പക്ഷെ നിനക്കെല്ലാം ഓർമ്മയുണ്ട്, നിന്റെ റിക്കാർഡിലെല്ലാം കൃത്യമാണ്. ഞാനതിനെ തൊട്ടൊന്നും തൗബ ചെയ്തിട്ടില്ല. നിനക്ക് എന്നെ ശിക്ഷിക്കാൻ കഴിവുണ്ടായിട്ടും നീ എന്നെ ശിക്ഷിച്ചില്ല. നീ തൗബ ചെയ്യാൻ, മാപ്പ് തരാം, പുറത്തു തരാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ തെറ്റ് ചെയ്യുമ്പോഴും എനിക്ക് എന്നെ ശിക്ഷിക്കാൻ കഴിവുള്ള റബ്ബേ, നീ എനിക്ക് മാപ്പ് തരാം എന്ന് പറഞ്ഞ് കാത്തിരിക്കുകയാണ്. അതുകൊണ്ട് ഫഇന്നി അസ്തഗ്ഫിറുക ഫഗ്ഫിർലി, നീ എന്നോട് ഞാൻ ഇസ്തിഗ്ഫാർ ചോദിക്കുകയാണ്, ക്ഷമാപണം ചോദിക്കുകയാണ്, എനിക്ക് പുറത്തു തരണം എന്ന് പറയുന്ന. എന്നിട്ടോ ഞാൻ നിനക്ക് പൊരുത്തമുള്ള അമലുകൾ നിന്റെ അപാരമായ തൗഫീഖ് കൊണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അതിന് നീ വാഗ്ദാനം ചെയ്ത മുഴുവൻ സവാബുകളും കൂലികളും നീ എനിക്ക് നൽകണം, അതെല്ലാം എന്നിൽ നിന്ന് സ്വീകരിക്കണം, നിന്റെ പ്രതീക്ഷയെ ഞാൻ കൈവിടുന്നില്ല, നീ കരീമായവനാണ്, ഔദാര്യവാനാണ് എന്ന് പറയുന്ന പ്രഗത്ഭമായ ദുആയാണ്. അൽഹംദുലില്ലാഹ്, 3 വട്ടം മനസ്സറിഞ്ഞ് പറഞ്ഞ് അള്ളാഹുവിനോട് പൊറുക്കണേ റബ്ബേ എന്ന് തേടാനുള്ള ഒരു അവസരം നമ്മൾ ഇന്ന് കണ്ടെത്തണം, മഗ്രിബിന് മുമ്പായി. അൽഹംദുലില്ലാഹ്, അത് പ്രത്യേകം നമ്മൾ ഓർത്ത് ഈ ദുആ ചെയ്യണം. അതോടൊപ്പം ഇന്ന് മഗ്രിബിന് ശേഷം മഗ്രിബ് വാങ്കോടെ കയറി വരുന്നത് പിറ കണ്ടാൽ പോരിശയാക്കപ്പെട്ട മുഹറം മാസം. 4 മാസങ്ങളിൽ ഏറ്റവും മഹത്വമുള്ള മാസമാണ് മുഹറം. ആ മാസം നമ്മുടെ കയ്യിലേക്ക് വരാൻ പോവുക. പുതിയ വർഷത്തിൻ്റെ ആദ്യത്തെ കാൽവെപ്പാണ്. അത് അള്ളാഹുവിൻ്റെ അപാരമായ നിഅമത്തോടെ നമുക്ക് അള്ളാഹു അവസരം തന്നാൽ അള്ളാഹു അവസരം തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഒന്നാമത് ഈ മാസത്തെ സ്വീകരിക്കുന്ന കാര്യമാണ്. ആദ്യം എന്താ ചെയ്യേണ്ടത്? മുഹറം വന്നു എന്നറിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ട പണി എന്താ? ഈ മാസത്തെ സ്വീകരിച്ചുകൊണ്ടുള്ള ദിക്റാണ്, ദുആയാണ്. എന്താ ദിക്ർ? അല്ലാഹു അക്ബർ, അല്ലാഹുമ്മ ഹില്ലഹു അലൈന ബിൽ അംനി വൽ ഈമാനി വസ്സലാമത്തി വൽ ഇസ്ലാമി റബ്ബി വ റബ്ബുക്കല്ലാഹ് ഹിലാലു റുസ്തിം വ ഖൈർ
ആമൻതു ബില്ലാഹില്ലദീ ഖലഖക്, ആമൻതു ബില്ലാഹില്ലദീ ഖലഖക്, ആമൻതു ബില്ലാഹില്ലദീ ഖലഖക്, അൽഹംദുലില്ലാഹില്ലദീ ദഹബ ബിശഹരി ദിൽ ഹിജ്ജ വജാഅ ബിശഹരി മുഹറം. അൽഹംദുലില്ലാ, ഈ പുതിയ വർഷം, പുതിയ മാസം ഞങ്ങൾക്ക് ബറക്കത്തിലും സലാമത്തിലും എല്ലാവിധ റുസ്ത് സന്മാർഗത്തിലുമാക്കി തരണം പടച്ചോനെ. ഇനി നിനക്ക് ഇഷ്ടപ്പെട്ട ആളായിട്ട് എനിക്ക് ജീവിക്കണം, എനിക്കൊരു അവസരം നൽകണമല്ല എന്നുള്ള തേട്ടമാണ്. പിന്നെയോ ഈ മാസത്തിലേക്ക് നമ്മളെ കൊണ്ടുവന്നതിന് അള്ളാഹുവിനോട് അൽഹംദുലില്ലാ. ഒരുപാട് നിഅമത്തുകൾ, മുഹറം മാസത്തിൻ്റെ എല്ലാ ബറക്കത്തും നമുക്ക് കൂടുതൽ കിട്ടാൻ ഈ ഒരു ദുആ കാരണമാകും. അതുകൊണ്ട് മനസ്സറിഞ്ഞ് ഈ ഒരു ദുആ ഒരു വട്ടം നമ്മൾ പറയണം. ഇനി രണ്ടാമത്തെ വട്ടം നമ്മൾ പറയേണ്ടത്, ഓതേണ്ടത് സൂറത്തുൽ മുൽക്കാണ്. തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്ക് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അറിയാമല്ലോ, ആ സൂറത്തുൽ മുൽക്ക് ഇന്ന് പരിശുദ്ധമാക്കപ്പെട്ട മുഹറം മാസത്തിൻ്റെ ആദ്യത്തെ രാവിൽ ഓതൽ സുന്നത്തുള്ള സൂറത്തുൽ മുൽക്ക് ആ നിയ്യത്തിൽ തന്നെ ഓതണം. സാധാരണ എല്ലാ രാവിലും നമ്മൾ സൂറത്തുൽ മുൽക്ക് ഓതാറുണ്ട്. ആ ഒരു നിയ്യത്ത് പോരാ. പിന്നെയോ, അള്ളാഹുവെ, പരിശുദ്ധമായി മുഹറം മാസത്തിൻ്റെ ആദ്യ രാവിലെ ഓതൽ സുന്നത്തുള്ള സൂറത്തുൽ മുൽക്കാണ് ഞാൻ ഓതുന്നത് എന്ന നിയ്യത്തോടെ ആകുമ്പോൾ അതിൻ്റെ പൂർണ്ണ പ്രതിഫലം കിട്ടും. അങ്ങനെ നമ്മൾ പാരായണം ചെയ്യാം സൂറത്തുൽ മുൽക്ക് ഒരു വട്ടം. അതിനുശേഷം പ്രിയപ്പെട്ടവരെ, മഹാരഥന്മാരായ മഹത്തുക്കളായ ഉലമാക്കൾ പുതിയ വർഷം മുന്നിട്ട് വരുമ്പോൾ അതിനെ സ്വീകരിച്ചുകൊണ്ട് ആ വർഷത്തിൽ പ്രത്യേകം ചൊല്ലേണ്ട ദുആ നമ്മൾ ജസ്റ്റ് ഒന്ന് പരിചയപ്പെട്ടിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. ഈ ഒരു ദുആ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, സ്വല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. അല്ലാഹുമ്മ അൻതൽ അബദിയുൽ ഖദീമുൽ അവ്വൽ وعلى فضلك العظيم وجودك وكرمك المعول وهذا عام جديد قد أقبل أسألك العصمة فيه من الشيطان وأوليائه والعون على هذه النفس الأمارة بالسوء والاستغال بما يقربني إليك زلفا. ഇതാണ് ആ ദിക്ർ, ഇതാണ് ആ ദുആ. എന്താ ഇതിൽ പറയുന്നത്? ബിസ്മിയും പരിശുദ്ധമായ സ്വലാത്തൊക്കെ ചൊല്ലിയിട്ട് നമ്മൾ തുടങ്ങുകയാണ്. അല്ലാഹു അൻതൽ അബദിയുൽ ഖദീമുൽ അവ്വൽ. അള്ളാഹുവിൻ്റെ ശ്രേഷ്ഠതയും മഹത്വവും, അള്ളാഹു വലിയ മഹത്വമുള്ളവനാണ്, അവൻ ആദ്യമേ ഉള്ളവനാണ്, എല്ലാറ്റിനെയും തുടക്കം അവനാണ്, അവൻ ജൂദ് കറമുള്ളവനാണ് എന്നൊക്കെ പറഞ്ഞ് അള്ളാഹുവിനെ ഏറ്റവും പുകഴ്ത്തി നമ്മൾ പറയാം, അള്ളാഹിനെ വർണ്ണിച്ചു പറയാൻ. എന്നിട്ട് ഹാദാ ആമുൻ ജദീദുൻ ഖദ് അഖ്ബൽ, അള്ളാഹുവേ, ഇതൊരു പുതിയ വർഷമാണ്, ന്യൂ ഇയർ ആണ് ഈ മുന്നിട്ട് വന്നിരിക്കുന്നത്. അസ്അലുകൽ ഇസ്മത ഫീഹി മിന ശൈത്വാനി ഔലിയായി. അതുകൊണ്ട് തന്നെ ശൈത്വാൻ അവൻ്റെ പട്ടാളക്കാരൻ, അവൻ്റെ ശൈത്വാൻ്റെ ഇഷ്ടക്കാർ, അത് മനുഷ്യരിൽപ്പെട്ടവർ, ജിന്നുവർഗത്തിൽപ്പെട്ടത് ആരും ആയിക്കോട്ടെ, പിശാചിൻ്റെ ആളുകളും, അവരിൽ നിന്നെല്ലാം നിന്നോട് ഞാൻ ഇസ്മത്ത്, കാവൽ ചോദിക്കാൻ, സുരക്ഷിതത്വം, രക്ഷ ചോദിക്കുകയാണ്. എൻ്റെ സ്വന്തം മനസ്സിൻ്റെ മോശപ്പെട്ട താല്പര്യങ്ങളുണ്ടല്ലോ, ഓരോരുത്തരുടെയും മനസ്സിന് മോശപ്പെട്ട തെറ്റുകളോട് താല്പര്യം, ചാബല്യം വരും. ആ താല്പര്യത്തെ തൊട്ടും നിന്നോട് ഞാൻ കാവൽ ചോദിക്കുകയാണ്. എന്നിട്ടോ നിന്നിലേക്ക് അടുക്കാനും നന്മ ചെയ്യാനുമുള്ള ഒരു വലിയ അള്ളാഹുവേ, അതിനുള്ള തൗഫീക്ക് നിന്നോട് ഞാൻ ചോദിക്കുകയാണ്. ഖൈറുകൾ ചെയ്യാനുള്ള തൗഫീക്ക് നിന്നോട് ഞാൻ ചോദിക്കുകയാണ്. ഈ ഒരു ദുആ മനസ്സറിഞ്ഞ് പ്രിയപ്പെട്ടവരെ ഒരു 3 വട്ടം പറഞ്ഞാൽ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി, ഇബ്ലീസിൻ്റെ അനുയായികൾ പറയും, ഇനി ഈ മനുഷ്യൻ്റെ കൂടെ സമയം ചെലവഴിച്ചിട്ട് കാര്യമില്ല, ഇവിടെ നമ്മൾ വർക്കൗട്ട് ചെയ്താൽ നമുക്ക് നഷ്ടമാകും, അതുകൊണ്ട് സ്ഥലം കാലിയാക്കാം, കാരണം ഇയാളിൽ ഇനി ഒരു റോളും ഇനി എനിക്ക് നടക്കില്ല, ഈ ഒരു കൊല്ലം പുറകടന്നിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ് ഇബ്ലീസ് മടങ്ങിപ്പോകും. 2 മലക്കുകളെ അള്ളാഹു നിയോഗിക്കും അത്രേ. ആർക്ക് വേണ്ടി? ഈ ദുആ ചെയ്യുന്നവർക്ക് വേണ്ടി. അവരുടെ കൂടെ എപ്പോഴും പ്രൊട്ടക്ഷനായിട്ട് ഈ മലക്കുകൾ കൂടെ ഉണ്ടാവും. അപ്പോൾ ഒരു കൊല്ലത്തേക്ക് കാവൽ കിട്ടുന്ന, ബറക്കത്ത് കിട്ടുന്ന, ഖൈറ് കിട്ടുന്ന, അള്ളാഹിൻ്റെ പൊരുത്തം കിട്ടുന്ന ഒരു ദുആയാണ് ഈ ദുആ. ഇതൊരു 3 വട്ടം മനസ്സറിഞ്ഞ് നമ്മൾ പറയാൻ വേണ്ടി ശ്രമിക്കണം, മുടങ്ങിപ്പോകാൻ പാടില്ല. പിറ കണ്ടു എന്നറിഞ്ഞാൽ പിന്നെ ഈ പരിശുദ്ധ രാവിൽ നമ്മൾ പ്രത്യേകം ഓർത്ത് ചെയ്യേണ്ടതാണ് ഈ ദുആ എന്ന് പറയുന്നത്. ഇനി പ്രിയപ്പെട്ടവരെ കേട്ടോളൂ, പരിശുദ്ധമായ മുഹറം മാസത്തിൻ്റെ ആദ്യത്തെ രാവ്, അതായത് ഇന്ന് പിറ കണ്ടാൽ നമ്മളുടെ ഒരു കൊല്ലത്തിലെ ഫസ്റ്റ് രാവാണ്. അതുകൊണ്ട് ആദ്യത്തെ ഈ വർഷത്തിൻ്റെ തുടക്കത്തിൽ നമ്മൾ എങ്ങനെയെന്ന് നോക്കിയിട്ടാണ് നമുക്ക് പിന്നീട് അങ്ങോട്ടുള്ള ഈ വർഷത്തിൻ്റെ ബാലൻസ്, ബറക്കത്തും ഖൈറും അള്ളാഹു നൽകാൻ പോകുന്നത്. അപ്പോൾ ഈ ആദ്യ രാവിൽ തന്നെ എല്ലാ പുണ്യങ്ങളും കിട്ടാൻ വേണ്ടി മിനിമം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്നറിയോ? ഇന്നത്തെ രാത്രിയുള്ള നിസ്കാരങ്ങൾ ഒരു വയസ്സിൻ്റെ തുടക്കമാണ്. ആ തുടക്കം അള്ളാഹ്ക്ക് പൊരുത്തപ്പെട്ട ഏറ്റവും ഇഷ്ടപ്പെട്ട അമലെന്താ? നിസ്കാരമാണ്. ആ നിസ്കാരങ്ങൾ, പ്രത്യേകിച്ചും മഗ്രിബ്, ഇശാ, സുബ്ഹ് 3 നിസ്കാരങ്ങൾ നിർബന്ധമായും ജമാഅത്ത് ഉണ്ടാകണം.
ഒരാളെങ്കിലും കൂടെ ഉണ്ടാകണം നിസ്കരിക്കുമ്പോൾ, ഒറ്റക്കാകരുത്. അത് സഹോദരിമാരും പ്രത്യേകം ശ്രദ്ധിച്ചു കൊടുക്കണം. അപ്പോൾ നിസ്കരിക്കാൻ പറ്റുന്നവരൊക്കെ നിർബന്ധമായിട്ടും, അതായത് പീരീഡ്സിൻ്റെ സമയത്തല്ലാത്ത ബാക്കിയുള്ള മുഴുവൻ ആളുകളും നിസ്കാരം ഒന്ന് ശ്രദ്ധിച്ചു കൊടുക്കണം, ജമാഅത്ത് ശ്രദ്ധിച്ചു കൊടുക്കണം. അപ്പോൾ ഇന്നത്തെ രാവ് മുഴുവൻ ഇബാദത്ത് ചെയ്ത കൂലി കിട്ടും. അപ്പോൾ കിട്ടാൻ പോകുന്ന എന്താ? ഒരു പുതിയ വയസ്സിൻ്റെ ആദ്യത്തെ ഫസ്റ്റ് കയറി വരുന്ന രാവ് മുഴുവനും സന്തോഷകരമായ അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട രാവാകും. അത് ഒന്ന് ശ്രദ്ധിച്ചു കൊടുക്കുക. മാത്രമല്ല ഇന്നത്തെ രാത്രിയിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, കഴിയുമെങ്കിൽ പ്രിയപ്പെട്ടവരെ, മുഹറം 1 നാളത്തെ പകലിൽ, അതായത് ബുധനാഴ്ച പകലിൽ നമുക്ക് നോമ്പ് ഒരു പ്രഗത്ഭമായ സുന്നത്താണ്. അത് ശക്തമായ സുന്നത്താണ്, വലിയ കൂലി കിട്ടുന്ന അമലാണ്. മുഹറം 1 മുതൽ 10 വരെ നോമ്പ് പ്രത്യേകം സുന്നത്താണെന്ന് മഹാന്മാരായ ഫുഖഹാക്കൾ പറഞ്ഞിട്ടുണ്ട്. വലിയ കൂലിയാണ്. ഒരു നോമ്പിന് 1 മാസക്കാലത്തെ കൂലി കിട്ടുന്ന പരിശുദ്ധമായ, പ്രത്യേകിച്ച് നമ്മുടെ കയറി വരുന്ന ഒരു വർഷത്തിൻ്റെ ആദ്യ ദിവസം നോമ്പുകാരായിട്ട് ആ ദിവസത്തെ സ്വീകരിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ പിറ കണ്ടാൽ 2 ബെനിഫിറ്റ് ഉണ്ട്. ഒന്ന്, ബുധനാഴ്ച ഒരു നോമ്പ് സുന്നത്ത് ഓൾറെഡി എല്ലാ ആഴ്ചയിലും ഉണ്ട്. തിങ്കൾ വ്യാഴം പോലെ തന്നെ ബുധനാഴ്ചയിലും സുന്നത്തായി വരുന്നൊരു നോമ്പുണ്ടെന്ന് ഫുഖഹാക്കൾ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു നോമ്പ് നിലവിലുണ്ട്. അതോടൊപ്പം 1 നമുക്ക് മറ്റൊരു നോമ്പിൻ്റെ കൂലിയും. അപ്പോൾ മുഹറം 1 സുന്നത്ത് നോമ്പ് ഞാൻ എടുക്കാൻ കരുതിയിരിക്കുന്നു അല്ല. അതോടൊപ്പം ബുധനാഴ്ചയിൽ വന്നാൽ ബുധനാഴ്ചയുടെ സുന്നത്ത് നോമ്പ് കൂടെ കരുതിയിരിക്കുന്നു പടച്ചോനെ. അതോടൊപ്പം നമുക്ക് എന്ത് ചേർത്ത് കൊടുക്കാം? ഫറലായ നമ്മുടെ റമദാനിൻ്റെ ഏതെങ്കിലും നോമ്പ് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉമ്മമാർക്ക് ഇഷ്ടം പോലെ ഉണ്ടാവും. നഷ്ടപ്പെട്ട ആളുകൾ അത് ഖളാ വീട്ടാൻ പറ്റിയൊരു അവസരം കൂടെയാണ്. അള്ളാഹു റമദാനിൻ്റെ ഒരു നോമ്പ് ഞാൻ ഖളാ വീട്ടാൻ കരുതി, ഇന്നത്തെ രാത്രി തന്നെ നെയ്യത്ത് വെച്ചാൽ, പിറ കണ്ടെന്നറിഞ്ഞാൽ നമുക്ക് ഇത്രയും കൂലി കിട്ടുന്ന വലിയ മഹത്വമുള്ള നമ്മുടെ ജീവിതത്തിൽ ആ ഒരു ബറക്കത്ത് കാണും. കാരണം കയറി വരുന്ന ദിവസം തന്നെ മാനസിക ശാരീരിക ആരോഗ്യത്തിൻ്റെ പുണ്യ അമൽ കൊണ്ടാണ് തുടങ്ങുന്നത്. ഒരു വർഷം മുഴുവനും ആരോഗ്യവാനായിരിക്കാൻ ഈ നോമ്പ് നമ്മളെ പ്രാപ്തരാക്കും. അതിൻ്റെ എല്ലാ ബറക്കത്തും അള്ളാഹു നമുക്ക് നൽകിക്കൊണ്ടേയിരിക്കും. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട അമൽ 360 ആയത്തുൽ കുർസി പാരായണമാണ്. അത് നമ്മൾ കേൾക്കുമ്പോൾ പടച്ചോനെ ഇത്രയും ഉണ്ടല്ലോ എന്ന് തോന്നും. നമ്മുടെ സൗകര്യം പോലെ സമയം പോലെ നമുക്ക് എത്രയോ ചൊല്ലാൻ പറ്റുക അത്രയും ഇങ്ങനെ ചൊല്ലി ഇന്നത്തെ രാവിൽ നമുക്ക് പൂർണ്ണമായിട്ട് ചെല്ലാൻ പറ്റിയാൽ ഏറ്റവും ഖൈർ. അൽഹംദുലില്ലാ. പറ്റിയില്ല നാളത്തെ പകൽ കൂടെ ചേർത്തിട്ട് മുഹറം മാസത്തിൻ്റെ ആദ്യ ദിവസത്തിൽ 360 ആയത്തുൽ കുർസി മഅൽ ബസ്മലത്തി, ബിസ്മിയോട് കൂടെ 360 ആയത്തുൽ കുർസി ബിസ്മി ഓതലോട് കൂടെ, എല്ലാറ്റിൻ്റെയും സ്റ്റാർട്ടിങ്ങിൽ ബിസ്മി ഓതുക. 360 കഴിയുന്നിടത്തോളം ഇന്നത്തെ രാവിൽ ഓതി തീർക്കാൻ പറ്റണം. നാളത്തെ പകലുകൂടെയാണ് നമുക്ക് ഓതി തീർക്കാൻ പറ്റുള്ളൂ എന്ന് കരുതി കുഴപ്പമില്ല, കുറേശ്ശെ ഓതിയാലും മതി. ഇനി തീരെ വയ്യാത്തവരും സുഖമില്ലാത്തവരും പ്രായമുള്ളവരും അത്രയും ഓതി തീർക്കാൻ പറ്റില്ല. അതുകൊണ്ട് ആയത്ത് കുറിച്ചായിട്ടൊരു ബന്ധം വേണ്ട, പറ്റില്ല. ഒരു വർഷത്തിൻ്റെ സ്റ്റാർട്ടിങ് ഖുർആനിൻ്റെ ഏറ്റവും അഫ്ളലായ ആയത്ത് വിട്ടിട്ട് കളിക്കാൻ പറ്റില്ല നമുക്ക്. അതുകൊണ്ട് ബറക്കത്തിന് വേണ്ടി ഒരു വട്ടം അല്ലെങ്കിൽ ഒരു 11 വട്ടം, ഒരു 33 അല്ലെങ്കിൽ ഒരു 50 വട്ടെങ്കിലും നമ്മൾ ഓതാൻ നമ്മുടെ കഴിവിൻ്റെ പരമാവധി. നേരത്തെ പറഞ്ഞ എണ്ണമാണെങ്കിൽ ഏറ്റവും ബെനിഫിറ്റാണ്. കഴിയുന്നിടത്തോളം ഓതിയിട്ട് അതിൻ്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ കാര്യങ്ങളും ദ്വാരക്കണം അള്ളാഹുവിനോട്. ഒരു കൊല്ലം മുഴുവൻ സന്തോഷമായിട്ടിരിക്കാൻ ഇത് മതിയാകും. അത് ഓർമ്മ വേണം. പ്രധാനപ്പെട്ട് പരിശുദ്ധമായ ആയത്തുൽ കുർസി നമ്മൾ മനോഹരമായിട്ട് പാരായണം ചെയ്ത് അത് കംപ്ലീറ്റ് ചെയ്താൽ, എത്ര നമ്മൾ ഓതുന്നത് ആ ഓതുന്നതിൻ്റെ എണ്ണം തീർന്നാൽ ഈ ദ്വാ കൂടെ ചേർത്ത് കൊടുക്കണം. മഹാരഥന്മാരായ ഉലമാക്കൾ പറയുന്നുണ്ട് ഈ ദ്വായിൻ്റെ മഹത്വം. നമ്മുടെ ജീവിതത്തിൻ്റെ നിലവിലുള്ള അവസ്ഥയുണ്ടല്ലോ, ഇപ്പോൾ രോഗാവസ്ഥ ഉണ്ടാകും, മാനസിക ടെൻഷൻ ഉണ്ടാകും, പിന്നെ കടത്തിൻ്റെ പ്രയാസം, പല പ്രയാസങ്ങൾ അവസ്ഥകളും നമ്മുടെ ജീവിതത്തിൽ. ഈ അവസ്ഥകൾ ഏറ്റവും അഹ്സനായ അവസ്ഥകൾ അള്ളാഹു നന്നാക്കി തരും. ഇനി അവിടെ നിന്ന് അങ്ങോട്ട് റാഹത്തായിരിക്കും. അതാണ് ഈ ദ്വാ. ഈ ദ്വായിൽ പറയുന്നു ഇതാണ് ആ ദ്വാ. നമുക്കൊന്ന് പരിചയപ്പെടാം. അല്ലാഹുമ്മ യാ മുഹവ്വിലൽ അഹ്വാൽ ഹവ്വിൽ ഹാലി ഇലാ അഹ്സനിൽ അഹ്വാൽ ബിഹൗലിക വഖുവതിക യാ അസീസു യാ മുതആൽ വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. അൽഹംദുലില്ലാ. അല്ലാഹുവേ, എൻ്റെ ഹാല് നീ ഏറ്റവും നല്ല അവസ്ഥയാക്കണം. എൻ്റെ അവസ്ഥ ഏറ്റവും യാ മുഹവ്വിലൽ അഹ്വാൽ, അവസ്ഥകൾ മാറ്റിമറിക്കുന്ന റബ്ബേ, എൻ്റെ അവസ്ഥ നീ ഏറ്റവും അഹ്സനായ അവസ്ഥ നല്ല ഹാലാക്കി തരണം. നിന്റെ ഹൗല് ഖുവ്വത്ത് കൊണ്ട് യാ അസീസു യാ മുതആൽ, ഏറ്റവും ഉന്നതനായ സമുന്നതനായ ഏറ്റവും പ്രതാപവാനായ പടച്ചവനെ ഞങ്ങളുടെ അവസ്ഥകൾ ഖൈറാക്കി തരണമല്ല. പിന്നെ സ്വലാത്തും കൂടെ. അൽഹംദുലില്ലാ. നല്ലൊരു ദുആയാണ് ഈ ദുആ, ഒരിക്കലും മുടങ്ങരുത്. ഈ പരിശുദ്ധമായൊരു ദുആ നമുക്ക് ഒരു വട്ടം ചൊല്ലിയാൽ മതി. ഒരു 3 വട്ടമാണെങ്കിൽ അൽഹംദുലില്ലാ. ഇതൊക്കെ നമ്മൾ ഓർത്ത് ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വതആല ഇത് കൃത്യമായിട്ട് ചെയ്യാനുള്ള തൗഫീക്ക് നൽകട്ടെ. നമ്മുടെ ജീവിതത്തിൽ പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വതആല ഒരു പ്രയാസകരമായ അവസ്ഥ
ഇല്ലാത്ത രീതിയിൽ നമുക്ക് കാവൽ നൽകും. ഒരു വർഷം മുഴുവനും പെരുന്നാളാകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ ഹാപ്പിനെസ്സോടെ സന്തോഷത്തോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 360 ആയത്തുൽ കുർസി കഴിയുന്നവരൊക്കെ ഇനി പീരീഡ്സിൻ്റെ സമയത്തുള്ള ഉമ്മമാർക്ക് ചൊല്ലണമെങ്കിൽ പരിശുദ്ധമായ ഖുർആനാണ് എന്നുള്ള നിയ്യത്തിൽ പറ്റൂല, ഒരു ഹർഫ് പോലും പറ്റൂല. ദിക്ർ എന്നുള്ള നിയ്യത്തിൽ ഖുർആനിൻ്റെ ഭാഗങ്ങൾ, ദുആകൾ, പരിശുദ്ധമായ കാവലിൻ്റെ ആയത്തുകളൊക്കെ ഓതാം ദിക്ർ എന്നുള്ള നിയ്യത്തിൽ. അപ്പോൾ അത്തരം പീരീഡ്സിലുള്ള സഹോദരിമാർക്ക് പരിശുദ്ധമായ മുഹറം മാസത്തിൻ്റെ ആദ്യത്തെ ദിവസത്തിൽ വർഷം മുഴുവനും കാവൽ കിട്ടുന്ന ഒരു ദിക്ർ ഞാൻ ചൊല്ലുന്നു, ഓതുന്നു എന്നുള്ള നിലക്ക് ബിസ്മിയോടുകൂടെ അൽഹംദുലില്ലാ അവർക്കും ഓതാവുന്നതാണ്. ഈ ആയത്തുൽ കുർസി പാരായണം ചെയ്യുമ്പോൾ അതിൻ്റെ കൃത്യമായ ഭവ്യതയോടെ ബറക്കത്തോടെ ഹർഫ് തെറ്റാതെ നമ്മൾ പാരായണം ചെയ്യണം. ഇനി ഇത് ചെയ്യാൻ പറ്റാത്തവർ, രോഗികളായവരുണ്ടാവും, അത്യാവശ്യം തിരക്കി പെട്ടുപോയവരുണ്ടാവും. അപ്പോൾ ഏതായിരുന്നാലും 360 തന്നെ കൊണ്ട് ചൊല്ലാൻ പറ്റൂല, വേണ്ടാന്ന് കരുതി മുഴുവൻ മാറ്റിവെക്കാൻ പാടില്ല. ഒരു ബറക്കത്തിന് വേണ്ടി പരിശുദ്ധമായ ആയത്തുൽ കുർസി ഒരു 11 വട്ടമെങ്കിലും പ്രിയപ്പെട്ടവരെ നമ്മൾ ഓതണം. ആ ഓതുന്നതിൻ്റെ പ്രതിഫലം നമ്മുടെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾ, ഭാര്യ, ഭർത്താവ്, മക്കൾ, നമ്മുടെ വീട്ടുകാർ, അവർക്കതിൻ്റെ കൂലി നമ്മൾ നിയ്യത്ത് ചെയ്യണം, മരിച്ചുപോയവർക്ക് നിയ്യത്ത് ചെയ്യണം. അപ്പോൾ എന്താ ഗുണം? ഈ ആയത്തുൽ കുർസിയുടെ മഹത്വം ജീവിച്ചിരിക്കുന്ന നമ്മുടെ വേണ്ടപ്പെട്ടവർക്ക്, മക്കൾ, കുടുംബം, അവർക്കൊരു കൊല്ലത്തേക്ക് അതിൻ്റെ മഹത്വം കിട്ടും. അതുമാത്രമല്ല നമ്മുടെ മരിച്ചുപോയവർക്കൂടെ അതിൻ്റെ കൂലി കിട്ടും. അപ്പോൾ നമ്മൾ 360 ഓതി അല്ലെങ്കിൽ പറ്റാത്തവർ 11 ഓതി അങ്ങോട്ട് അവസാനിപ്പിച്ചു പോകാനല്ല, ആ കൂലി നമ്മൾ മാത്രം കൊണ്ടുവല്ല, നമ്മുടെ വീട്ടുകാർക്ക് കിട്ടിക്കോട്ടെ. നിയ്യത്തിൻ്റെ വിശാലത അനുസരിച്ച് അള്ളാഹു കൊടുക്കും. പിന്നെ നമ്മുടെ മരിച്ചുപോയ ആളുകൾക്കും കൂടെ നമ്മൾ നിയ്യത്ത് ചെയ്ത് കൊടുക്കണം, അതിൻ്റെ പ്രതിഫലം കൊടുക്കണമെന്ന് നിയ്യത്ത് ചെയ്യണം. അപ്പോൾ ഒരു കൊല്ലത്തേക്ക് എല്ലാ ബറക്കത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകാൻ ഒരു കാരണമാകും. അത് ശ്രദ്ധിച്ചു കൊടുക്കുക. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ട്, 113 ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എഴുതുന്ന കാര്യമാണ്. അതെങ്ങനെ എഴുതണം, അതിൻ്റെ നിയമങ്ങൾ എന്തൊക്കെയാണ്, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതുമായി ബന്ധപ്പെട്ട മസലകൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അത് തെറ്റുകൂടാതെ നമ്മൾ എഴുതാൻ വേണ്ടി ശ്രമിക്കുക. അത് നല്ല നിയ്യത്തോടെ ഓരോ ബിസ്മിയും എഴുതുമ്പോൾ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആനിൻ്റെ മുഴുവൻ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന മഹത്വമുള്ള വചനാണ്. ആ നിയ്യത്തോടെ വേണം എഴുതാൻ. ഓരോ ബിസ്മി കഴിയുമ്പോഴും നമ്മൾ ഓതണം ആ ബിസ്മി. 113 ബിസ്മി നമ്മൾ ഓതിയിരിക്കണം. അതിനുശേഷം നമ്മൾ പറഞ്ഞിട്ടുള്ള തവസ്സുൽ ദുആ കൂടെ ഒന്ന് ചേർത്തി കൊടുക്കണം. അൽഹംദുലില്ലാ, അതൊക്കെ വലിയ മഹത്വവും ബഹുമാനവുമാണ്. പിന്നെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ, ആദ്യത്തെ മുഹറമിൻ്റെ രാവിൽ ഒരു പ്രത്യേക ബറക്കത്ത് അല്ലാഹു ഇറക്കുന്നുണ്ട് എന്ന് ഒട്ടനവധി ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട്. അത് പ്രത്യേകം നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്താൽ ഇജാബത്ത് കിട്ടുന്ന ഒരു നേരം കൂടെയാണ്. അപ്പോൾ നമുക്ക് അള്ളാഹിനോട് ഈ വിഷയങ്ങളൊക്കെ, നമ്മുടെ കാര്യങ്ങളൊക്കെ ചോദിച്ചു വാങ്ങാൻ പറ്റും. അക്കൂട്ടത്തിൽ നമ്മൾ ഈ പുതിയ വർഷത്തിൻ്റെ ആശംസകൾ, ന്യൂ ഇയർ ആശംസ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധമായ മുഹറമാണ്. അപ്പോൾ ഈ ആശംസകൾ നേരുമ്പോൾ കുല്ലു ആമിൻ വ അൻതും ബിഖൈർ, എല്ലാ വർഷവും നിങ്ങൾക്ക് ഖൈറുണ്ടാകട്ടെ എന്നുള്ള ദുആ കൂടെ നമ്മൾ ആശംസ നേരുമ്പോൾ അതിൻ്റെ ബറക്കത്ത് കൂടെ നമുക്കും അവർക്കും കിട്ടും. നമ്മളൊരാൾക്ക് ഈ ആശംസ നേരാണ്, എല്ലാ വർഷവും നിങ്ങൾക്ക് ഖൈറുണ്ടാകട്ടെ എന്ന് പറയുമ്പോൾ ആദ്യം മലക്കുകൾ പറയും നിങ്ങൾക്ക് ആദ്യം ഖൈറുണ്ടാകട്ടെ എന്ന്. നമുക്ക് ഖൈർ കിട്ടാൻ വേണ്ടി മലക്കുകൾ ദ്വാരക്കും. ഈ സൗഭാഗ്യങ്ങളൊക്കെ പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കിയെടുക്കുക, ഒന്നും നഷ്ടപ്പെടാത്ത രീതിയിൽ. ഇനി 1 മുതൽ 10 വരെ നമ്മൾ ചെയ്യേണ്ടതും ചെല്ലേണ്ടതും പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാനുണ്ട്. അൽഹംദുലില്ലാ, ക്ലാസ്സുകൾ മുടങ്ങാതെ നമ്മൾ കേൾക്കണം, കേട്ട് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം. അൽഹംദുലില്ലാ, അല്ലാഹു സുബ്ഹാനഹു വ തആല മുടങ്ങാതെ ക്ലാസ് കേൾക്കുന്ന, കമൻറ്റിൽ സന്തോഷം പറയുന്ന, കൽബ് നിറച്ച് ദുആ ചെയ്ത് കൂടെ നിൽക്കുന്ന, ദുആ ചെയ്യാൻ വേണ്ടി ഒട്ടനവധി കാര്യങ്ങൾ പൊരിശയാക്കപ്പെട്ട മുഹറം മാസത്തിൻ്റെ തുടക്കത്തിൽ ഞങ്ങൾ ഓർക്കണം എന്നൊക്കെ പറഞ്ഞ ഒട്ടനവധി ആളുകൾ, അല്ലാഹു എല്ലാവർക്കും നീ ബറക്കത്തും ഖൈറും ഞങ്ങൾക്കും അവർക്കും നീ പ്രദാനം ചെയ്യണേ റബ്ബേ. ഈ പുതിയ വർഷം ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു പുതിയ നന്മയുടെ വർഷമാക്കി അല്ലാഹുവേ, ഒരുപാട് നിഅമത്തുകൾ ഞങ്ങളുടെ ജീവിതത്തിൽ നിൻ്റെ ഭാഗത്തു നിന്ന് വർധനവ് കിട്ടാനും ഞങ്ങൾക്കത് സന്തോഷത്തോടെ നിനക്ക് ശുക്രോടുകൂടെ ഉപയോഗപ്പെടുത്താനും അവസാനം ഞങ്ങളുടെ മരണത്തിൽ അല്ലാഹുവേ ഈ പരിശുദ്ധമായ വർഷത്തിൻ്റെ നന്മ ഏറ്റവും മഹത്വമുള്ളതായി കാണാനും നിൻ്റെ പൊരുത്തത്തോടെ രോഗങ്ങളില്ലാതെ, വിഷമങ്ങളില്ലാതെ, കടങ്ങളില്ലാതെ, ബാധ്യതകളില്ലാതെ, വേദനകളില്ലാത്ത ഒരു റാഹത്തുള്ള ജീവിതമാക്കി ഞങ്ങളുടെ ഈ വർഷത്തെ നീ ആക്കിത്തരണേ റഹ്മാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വആഖിറു കലാമി അൽഹംദുലില്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി മാ ശാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ് മാ ശാ അല്ലാഹ് കുല്ലു നിഅമതിൻ മിനല്ലാഹ് മാ ശാ അല്ലാഹ് അൽ ഖൈറു കുല്ലുഹു
بيد الله ما شاء الله لا يصرف السوء إلا الله بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله لا يا داخل الجنة تبشرنا بما فيها وفي